अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബൈഅത്തിന്റെ പരമ്പരയിൽ പ്രവേശിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളിൽ അടിസ്ഥാനപരവും പ്രധാനപ്പെട്ടതുമായ ഉപദേശം ബൈഅത്ത് ചെയ്തതിനു ശേഷം തങ്ങളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുകയും തങ്ങളുടെ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുകയും തങ്ങളുടെ സ്വഭാവത്തിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് എന്നോട് ഒരാൾ ദീനീ ബന്ധവും ഗുരുശിഷ്യ ബന്ധവും സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശം അവൻ സൽസ്വഭാവക്കാരനും സൽപ്രകൃതക്കാരനും തഖ്വയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും യാതൊരുവിധ കുഴപ്പവും ദുഷ്ടതയും ദുസ്വഭാവവും അവരുടെ അടുത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അവർ 5 നേര നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അവർ കളവ് പറയുന്നവരാകരുത്. അവർ ആരെയും തന്നെ നാവുകൊണ്ട് മുറിവേൽപ്പിക്കുന്നവരാകരുത്. അവർ യാതൊരു വിധത്തിലുള്ള പാപവും ചെയ്യുന്നവരാകരുത്. യാതൊരു വിധത്തിലുള്ള കുഴപ്പവും അക്രമവും ഫസാദും ഫിത്നയുടെ ചിന്ത പോലും ഹൃദയത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കരുത്. ചുരുക്കത്തിൽ എല്ലാവിധത്തിലുള്ള പാപത്തിൽ നിന്നും കുറ്റകൃത്യത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും ചീത്ത വാക്കുകളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ശാരീരിക ആവേശങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹൃദയരും കുഴപ്പമുണ്ടാക്കാത്തവരും വിനയ സ്വഭാവമുള്ള ദാസരുമായി തീരുകയും അവരുടെ അസ്തിത്വത്തിൽ വിഷലിപ്തമായ ഒരു പ്രകൃതവും അവശേഷിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നവർ ഈ പരിശുദ്ധ മാറ്റം തങ്ങളിൽ ഉണ്ടായിത്തീരുന്നതിനുള്ള അത് നിലനിർത്തുവാനുള്ള പരിശ്രമമാണ് ഉണ്ടായിരിക്കുക. ഒരു വിപ്ലവമാണ് അവരിൽ ഉണ്ടായിരിക്കുന്നത്. ആരാണോ ബൈഅത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, ഈ അവസരത്തിൽ ബൈഅത്ത് ചെയ്തതിനു ശേഷം തങ്ങളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുത്തവരുടെ ഏതാനും സംഭവങ്ങൾ കേൾപ്പിക്കുന്നതായിരിക്കും. ലോകത്തിലെ വിവിധ സമുദായത്തിലെയും വിവിധ ഗോത്രത്തിലെയും ആളുകളാണിവർ. അവർ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. നന്മ പ്രവർത്തിക്കുന്നതിലും സ്വഭാവ വൈശിഷ്ട്യത്തിലും പുരോഗതി കൈവരിച്ചിരിക്കുന്നു. തങ്ങളുടെ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ പുരോഗമിക്കുകയും ചെയ്തിരിക്കുന്നു. തങ്ങളുടെ ആത്മീയത ഉയർത്തുന്ന പരിശ്രമത്തിൽ
മുഴുകിയിരിക്കുന്നു. അവരുടെ അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും ലോകത്തോടുള്ള സ്നേഹത്തിനും ഭയത്തിനും മുകളിലാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഈ സംഭവങ്ങൾ ജൽസയിലെ രണ്ടാമത്തെ ദിവസത്തെ റിപ്പോർട്ട് അവതരണത്തിൽ ഉൾപ്പെട്ടതല്ല. അഹമ്മദിയത്ത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഇത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ ഈ വിഷയം പറഞ്ഞിരുന്നില്ല. സമയക്കുറവ് നിമിത്തം വിഷയം ഇതാണ്: അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം നവ അഹമ്മദികളിൽ പ്രകടമായ അസാധാരണ മാറ്റം. ഞാൻ ആ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു പിന്നീട് പറയാം. അതുകൊണ്ട് ഇന്ന് ഞാനത് വിവരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് പഴയ അഹമ്മദികൾക്കും അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ഇസ്ലാഹിനുമുള്ള മാർഗമായി തീരുന്നു. അതുപോലെ തന്നെ പുതിയവർ ഇത് കേൾക്കുമ്പോൾ ഈമാനിൽ കൂടുതൽ പുരോഗമിക്കുന്നു. ജമാഅത്തെ അഹമ്മദിയ ഡൽഹി അമീർ സാഹിബ് എഴുതുന്നു, അഹമ്മദികളാകുന്നവരിൽ വളരെ വ്യക്തമായ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എഴുതുന്നു, ഉസ്മാൻ സാഹിബ് അദ്ദേഹം 2010 ജൽസ സാലാന ഖാദിയാന്റെ അവസരത്തിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം പറയുന്നു, ബയ്യത്ത് ചെയ്യുന്നതിനു മുമ്പ് ഞാൻ എപ്പോഴെങ്കിലുമാണ് നമസ്കരിച്ചിരുന്നത്. എന്നാൽ ബയ്യത്ത് ചെയ്ത ദിവസം മുതൽ 5 നേരം നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, മിക്കവാറും തഹജ്ജുദ് നമസ്കരിക്കുവാനുള്ള തൗഫീഖും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നവ അഹമ്മദികളുടെ ഇത്തരം സംഭവങ്ങൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഈ പരമ്പര അള്ളാഹു സ്ഥിരതയോടെ നിലനിർത്തിക്കൊണ്ടുപോകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ അധിക പേരും പഴയ അഹമ്മദികളാണ്. ചില സമയത്ത് നാം നമസ്കാരത്തിൽ അലസത കാണിക്കുന്നു. നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിനു ശേഷം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന വിചാരം ഉണ്ടായിത്തീരട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇതുകൂടാതെ നമ്മുടെ ബയ്യത്ത് കേവലം നാമമാത്രമായ ബയ്യത്ത് ആയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരത്തിന്റെ അനുഷ്ഠാനമാണ്, അതിലേക്കുള്ള ശ്രദ്ധയാണ്. അതിനുശേഷം നഫലുകളുടെ അനുഷ്ഠാനമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. പുതുതായി വരുന്നവർ എങ്ങനെയാണ് തങ്ങളിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കിയെടുക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഒരു മുബല്ലിഗ് താരിഖ് മഹ്മൂദ് സാഹിബ് അപ്പർ ഹിൽ സ്റ്റേഷൻ ഗാനയിലെ അദ്ദേഹം എഴുതുന്നു, കഴിഞ്ഞ ദിവസം ഗാംബാഗ എന്ന സ്ഥലത്ത് നവ അഹമ്മദികളുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു. ഈ അവസരത്തിൽ ഒരു നവ അഹമ്മദി ഇമാം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു. ഘാനയുടെ ഈ നോർത്ത് ഭാഗം കൂടുതലായും അവിടെ മുസ്ലിങ്ങളാണുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ ഇപ്പോൾ ബയ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ഘാനയിൽ അഹമ്മദിയത്ത് വ്യാപിച്ചത് സമുദ്രതീര പ്രദേശങ്ങളിലാണ്, അതായത് സൗത്ത് ഭാഗത്താണ്. അവിടെ ക്രിസ്ത്യാനികളിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആളുകൾ ജമാഅത്തിൽ പ്രവേശിക്കുകയും വളരെ വേഗത്തിൽ ജമാഅത്ത് ആ ഭാഗത്ത് പുരോഗതി പ്രാപിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ പ്രദേശത്ത് എതിർപ്പ് വളരെ രൂക്ഷമായിരുന്നു. ഏതാനും ജമാഅത്ത് അല്ല, ഒരു ജമാഅത്ത് മാത്രമാണ് സ്ഥാപിതമായത്. അത് അബുവ ജമാഅത്തായിരുന്നു. അവിടെ ഇന്നേക്ക് ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുമ്പ്. മറിച്ച് അഹമ്മദിയത്ത് അവിടെ എത്തിയ ഉടൻ തന്നെ എന്ന് പറയാം, അവിടെ ജമാഅത്തിന്റെ ചെടി നടപ്പെടുകയും പിന്നീട് അത് വളർന്ന് കൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ നോർത്തിലെ മറ്റു പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ആയ കാരണത്താൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകാലമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നോർത്തിലും വളരെ വേഗത്തിൽ അഹമ്മദിയത്ത് സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, നമ്മുടെ നവ അഹമ്മദി ഇമാം
അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരടക്കം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു, എന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. അഹമ്മദിയത്ത് നമുക്ക് യഥാർത്ഥ അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തി തന്നു. ആ ഇമാം സാഹിബ് പറയുന്നു, ഞാൻ ആദ്യം ആളുകൾക്ക് മന്ത്രം എഴുതി നൽകാറുണ്ടായിരുന്നു, എന്നാൽ അഹമ്മദിയത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ജോലി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അതിനെ അനിസ്ലാമികമായിട്ടാണ് കാണുന്നത്. ഈ മന്ത്രതന്ത്രങ്ങളുടെ വ്യാപാരം മുസ്ലിങ്ങളിൽ ഒരു സാധാരണ രീതിയാണ്. ഇത് ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല, മറിച്ച് അറബികളിലുമുണ്ട്, മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ഇതെല്ലാം വിദഅത്തുകളാണ്. അവയെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദൂരീകരിക്കുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്, നേരിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ഇതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ലക്കോസ റീജനിലെ ഒരു ഗ്രാമത്തിലെ സദർ സാഹിബ് സർസുർദാജി സാഹിബ് വിവരിക്കുന്നു, മുമ്പ് എനിക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയെയും കുട്ടികളെയും അടിക്കുമായിരുന്നു. ചീത്തവിളി എന്റെ ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ ഞാൻ ബയ്യത്ത് ചെയ്തതു മുതൽ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. സഹനവും ക്ഷമയും എന്നിൽ മുമ്പത്തേക്കാൾ വളരെ കൂടുതലായി എനിക്ക് അനുഭവപ്പെടുന്നു. ആഫ്രിക്കയെ പോലെ വളരെ വിദൂര ദേശങ്ങളിൽ വസിക്കുന്ന നവാഹ്മദികളിൽ ഈ വിധത്തിലുള്ള പരിശുദ്ധ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം അള്ളാഹുമായി ബന്ധം ഉണ്ടായി എന്നതാണ്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധയുണ്ടായി. അതുമൂലം അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിലേക്കും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കും ശ്രദ്ധയുണ്ടായി. കഴിഞ്ഞ എന്റെ ജർമ്മനി പര്യടനത്തിൽ ജർമ്മൻ വംശജനായ ഒരു നവാഹ്മദി യുവാവ് എന്നോട് ഇതേ കാര്യം പറയുകയുണ്ടായി. മുമ്പും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അഹമ്മദിയായതിനു ശേഷം അഹമ്മദിയത്ത് എനിക്ക് ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന വിധത്തിലുള്ള ഒരു മാറ്റം എനിക്കുണ്ടായിരിക്കുന്നു. ഇത് അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിതമായതുകൊണ്ടാണ് ഉണ്ടായിത്തീർന്നത്. അള്ളാഹുമായി ബന്ധം സ്ഥാപിതമായപ്പോൾ തന്റെ പ്രകൃതത്തിൽ ഒരു നിയന്ത്രണവും ലഭിച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധയുണ്ടായി. പിന്നീട് മറ്റൊരു നവാഹ്മദി സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. എന്നാൽ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം ഞങ്ങൾ ഇത് രണ്ടും ഉപേക്ഷിച്ചു. അദ്ദേഹം സ്വയം എഴുതുന്നു, നമസ്കാരം സ്ഥിരമായിട്ടുണ്ട് എങ്കിൽ ഈ അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തന്നെ ഉണ്ടാവുന്നതല്ല. ഈ ഒരു ബന്ധമാണ് ഇവർ അള്ളാഹുമായി സ്ഥാപിച്ചത്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. അള്ളാഹുമായി ബന്ധം വർദ്ധിച്ചു. ഈ എല്ലാ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും, പാഴ്വേലകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യുന്നവരായി തീർന്നു. യഥാർത്ഥ നമസ്കാരം തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. അഹമ്മദിയ ജമാഅത്ത് പഴയ കഥകളല്ല കേൾപ്പിക്കുന്നത്, മറിച്ച് ഇന്നും ഈ കാലഘട്ടത്തിലും അള്ളാഹുമായി മനുഷ്യന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങൾ ഉണ്ട്. അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവോടുകൂടി അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വിപ്ലവത്തിന്റെ രൂപത്തിൽ ആളുകളിൽ സംജാതമായിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഈ വാദം, ഈ പ്രഖ്യാപനം, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീച പ്രവർത്തികളെയും നിഷിദ്ധ കർമ്മങ്ങളെയും തടയുന്നു. ഇന്നും അത് വളരെ വ്യക്തമായ നിലയിൽ പൂർത്തിയാവുകയും അതിന്റെ സത്യസാക്ഷ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആത്മാർത്ഥമായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ, അള്ളാഹുലേക്ക് കുമ്പിടുന്നവർ, തീർച്ചയായും അവരെ ഈ നമസ്കാരം നീചകൃത്യങ്ങളിൽ നിന്നും, നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും, അനിഷ്ടകർമ്മങ്ങളിൽ നിന്നും തടയുന്നു. മറിച്ച് വിശുദ്ധ ഖുർആന്റെ എല്ലാ വാദവും പ്രവചനവും ഈ കാലഘട്ടത്തിൽ ഏതു വിധേനയാണോ സത്യമായി തീർന്നുകൊണ്ടിരിക്കുന്നത്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അന്യർ അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർക്കത് കാണാൻ സാധ്യമല്ല. മറ്റൊരു നവാഹ്മദിയുടെ തബ്ലീഗിന്റെ ആവേശത്തെക്കുറിച്ച് ഘാനയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഞങ്ങൾ തബ്ലീഗിനായി അപ്പരിസ്തിൽ പോയപ്പോൾ ബിംബാഗോ എന്ന
പേരുള്ള സ്ഥലത്ത് ഒരു ടീച്ചർ അഹമ്മദിയത്തിന്റെ അധ്യാപനങ്ങളിൽ ആകൃഷ്ടനായി ബയ്യത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ അവസ്ഥ ഇതാണ്. കുറച്ചു കാലത്തിന് ശേഷം ബോൾഗ, അത് അവിടുത്തെ ഒരു വലിയ പട്ടണമാണ്, അതും നോർത്തിലാണ്. ബോൾഗായിൽ ഖുദ്ദാമിന്റെ നാഷണൽ ഇജ്തിമ നടന്നപ്പോൾ ബയ്യത്ത് ചെയ്ത ആ ടീച്ചറും അദ്ദേഹത്തിന്റെ കൂടെ 20 അധ്യാപകരോടൊപ്പം ഈ ഇജ്തിമായിൽ പങ്കെടുത്തു. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ തബ്ലീഗിലൂടെ മുമ്പ് തന്നെ അഹമ്മദികളായി മാറിയിരുന്നു. അവരിൽ ബയ്യത്ത് ചെയ്യുക എന്നത് മാത്രമല്ല, ബയ്യത്തിന്റെ വാക്കുകൾ ഉരുവിടുക എന്ന് മാത്രമല്ല, അവർക്ക് തബ്ലീഗിനും ഒരാവേശവും താല്പര്യവുമുണ്ട്. അതുമൂലം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബൊക്കീനോ ഫാസോയിലെ കൊപ്പീല റീജനിലെ സൽമാൻ എന്ന അഹമ്മദി ഖാദിമും അദ്ദേഹത്തിന്റെ 3 സഹോദരങ്ങളും അഹമ്മദിയത്തിന്റെ മടിത്തട്ടിലാണുള്ളത്. അവരുടെ പിതാവ് ജമാഅത്തിന്റെ കടുത്ത എതിരാളിയാണ്. എല്ലായ്പ്പോഴും ജമാഅത്തിനോടുള്ള എതിർപ്പ് കാരണം അന്ധനായി തീരുന്നു. തന്റെ മക്കളെ തെരുവിളിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നമ്മുടെ ജമാഅത്തിന്റെ റേഡിയോ ബൊക്കീനോ ഫാസോയിലും മറ്റു പ്രദേശങ്ങളിലുമുണ്ട്. മറ്റു റേഡിയോ സ്റ്റേഷനുകളിലും ജമാഅത്തിന്റെ പ്രോഗ്രാം ഏതാനും മണിക്കൂറുകൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഒരു ദിവസം ഈ 3 യുവാക്കളുടെ പിതാവ് അദ്ദേഹം റേഡിയോ തുറന്നപ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ദർസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദർസിൽ ഈ കുട്ടികളുടെ പിതാവ് ഇത്രമാത്രം ആകൃഷ്ടനായി തന്റെ മുഴുവൻ മക്കളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാഫിറുകളുമായി ചേർന്നിരിക്കുന്നു. അതായത് അഹമ്മദികളെ കാഫിർ എന്ന് പറഞ്ഞു. നിങ്ങൾ കാഫിറുകളുടെ കൂടെ ചേർന്നിരിക്കുന്നു. അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ റേഡിയോയിൽ വരുന്ന പ്രോഗ്രാം കേൾക്കുക. എത്ര മനോഹരമായ പ്രോഗ്രാമാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ ആളുകളുടെ വാക്കുകൾ. അവരുടെ ഈ പിതാവ് പറഞ്ഞു, ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ആളുകളുടെ വാക്കുകൾ. അത് ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നു, ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കൂ. ഇത് അള്ളാഹുവിന്റെ ആളുകളുടെ സന്ദേശമാണ്. നിങ്ങൾ എന്തിനാണ് അഹമ്മദിയത്തിലേക്ക് ചായുകയും അവരുടെ വാക്കുകൾ കേട്ട് ആകൃഷ്ടരായി അവരിൽ ചേരുകയും ചെയ്തിരിക്കുന്നത്? പിന്നീട് അവരുടെ പിതാവ് പറഞ്ഞു, കേൾക്കൂ, ഇതാണ് ഇസ്ലാം. പിതാവിന് അറിയില്ലായിരുന്നു ഈ സമയത്ത് റേഡിയോയിൽ ജമാഅത്തിന്റെ പ്രോഗ്രാം നടക്കുകയാണെന്ന്. ഗവൺമെന്റിന്റെ റേഡിയോ ആയിരുന്നു. പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രോഗ്രാമിന്റെ അവസാനം അഹമ്മദിയത്ത് സിന്ദാബാദ്, അഹമ്മദിയത്ത് സിന്ദാബാദ് എന്ന പരിചയപ്പെടുത്തുന്ന പദ്യം ഉയർന്നപ്പോൾ കേട്ട ഉടനെ തന്നെ അദ്ദേഹം റേഡിയോ ഓഫ് ചെയ്തു. അപ്പോൾ മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പ, താങ്കൾ തീർച്ചയായും ശരിയാണ് പറഞ്ഞത്. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ. ആരുടെ വാക്കുകളാണോ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുമ്പത്തേക്കാൾ ഉപരിയായി അഹമ്മദിയത്തുമായി ദൃഢബന്ധമുള്ളവരായി തീർന്നിരിക്കുന്നു. ഈ ആളുകൾക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തഫ്സീറും തഅലീമും അനുസരിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ നൽകിയ തഫ്സീർ കേൾക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം ഇതല്ലാതെ ഇതിലും നല്ലൊരു ജ്ഞാനം ലോകത്ത് ഇന്ന് മറ്റാർക്കും നൽകാൻ സാധ്യമല്ല. നമ്മുടെ ഒരു മുബല്ലിഗ് അർഷദ് മഹ്മൂദ് സാഹിബ് കിർഗിസ്ഥാനിൽ നിന്നും എഴുതുന്നു. കിർഗിസ്ഥാൻ ജമാഅത്തിന്റെ നാഷണൽ സദർ സലാമത്ത് സാഹിബിലൂടെ ജിൽദീബിസ് അബ്ദുല്ലാഹി സാഹിബ, എന്ത് പേര് തന്നെയായാലും അവരുടേത് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ബയ്യത്ത് ചെയ്തു. ആ പെൺകുട്ടി കിർഗിസ്ഥാനിലുള്ള അമേരിക്കൻ ബേസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ യുവാവ് പെൺകുട്ടിയുടെ സൽസ്വഭാവവും ലജ്ജയും കണ്ടപ്പോൾ അവളോട് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പെൺകുട്ടി പറഞ്ഞു, ഞാൻ അഹമ്മദി മുസ്ലിമാണ്. എന്റെ ജമാഅത്തിനോട് ചോദിച്ചതിനു ശേഷം താങ്കൾക്ക് മറുപടി നൽകാം. അങ്ങനെ അവർ മിഷൻ ഹൗസിൽ വന്നു. അവരോട് പറയപ്പെട്ടു, ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിം യുവാവുമായി വിവാഹം ചെയ്യാൻ പാടില്ല. ഇസ്ലാം ഈ കാര്യം അനുവദിക്കുന്നില്ല. ഈ ആത്മാഭിമാനിയായ സൽപ്രകൃതക്കാരിയായ നവ അഹമ്മദി പെൺകുട്ടി അമുസ്ലിമായ അമേരിക്കക്കാരന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു. അയാളുടെ അഭ്യർത്ഥന തിരസ്കരിച്ചു.
ആ ക്രിസ്തീയ യുവാവ് അവളിൽ വളരെയധികം ആകൃഷ്ടനായിരുന്നു. ईसाई नौजवान ने അയാൾ പറഞ്ഞു, ഞാൻ അഥവാ ഇസ്ലാം സ്വീകരിച്ചാൽ വിവാഹം ചെയ്യാൻ സാധിക്കുമോ? इस्लाम कबूल कर लूं। അപ്പോൾ പെൺകുട്ടി ഉത്തരമായി കൊണ്ട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുക. വിവാഹത്തിന് വേണ്ടി സ്വീകരിക്കുക എന്നത് എനിക്ക് സ്വീകാര്യമല്ല. शादी खातिर कबूल करना जो है, അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുകയില്ല. और अगर इसलिए तुम कबूल कर ഒരു रहे हो, ദരിദ്ര രാഷ്ട്രം ആയതുകൊണ്ട് കിർഗിസ്ഥാനിലെ പെൺകുട്ടികൾ അന്യരാജ്യക്കാരുമായുള്ള വിവാഹത്തിന് മുൻഗണന നൽകുന്നു. എന്നാൽ ഈ പെൺകുട്ടി शादी को तरजीह देती है। അഹമ്മദിയത്ത് കാരണം ഈ അഭ്യർത്ഥന നിരസിച്ചു. अहमदी होने की वजह से इस पेशकश को അതിനുശേഷം ഈ ക്രിസ്തീയ യുവാവ് तहकीकात करने തുടർച്ചയായി कैथोलिक ईसाई 6 മാസം नौजवान ने फिर उसके बाद ഗവേഷണം നടത്തി 6 माह तक ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതിനു ശേഷം और जमाती को 2011 ജൂലൈ 11 ഇസ്ലാം സ്വീകരിച്ച് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ അണിചേർന്നു. इस्लाम में शमूलियत इख्तियार की। ഈ യുവാവ് പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ इस तहकीक के सफर के दौरान जो तहकीक അഹമ്മദിയത്തിന്റെ എതിരിലുള്ള വെബ്സൈറ്റുകളും കണ്ടു. मुखालिफ അവിടെയും പോയി വായിച്ചു. അവസാനം जाकर അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ അദ്ദേഹം തൃപ്തിയടഞ്ഞു. इस्लाम അങ്ങനെ അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുകയുണ്ടായി. ഈ പരിശുദ്ധ മാറ്റം ഇതുതന്നെയാണ് ഇസ്തിഖാമത്ത്. ഇതിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ് ദുആ ചെയ്യേണ്ടതും. दुआ की जानी चाहिए। अच्छा रिश्ता मिल रहा था उसके പുതുതായി അഹമ്മദിയായ ഈ പെൺകുട്ടി लिए लड़की जो है അവൾക്ക് नई हुई, ഭൗതിക തലത്തിൽ നോക്കുകയാണെങ്കിൽ अच्छा रिश्ता വളരെ मिल നല്ല रहा था ബന്ധമാണ് उसके लिहाज से, ലഭിച്ചിരുന്നത്. दुनियादारी के लिहाज से, എന്നാൽ दिया दीन की खातिर ദീനിനു വേണ്ടി അത് തിരസ്കരിച്ചു. ഈ സംഭവം ചില പെൺകുട്ടികൾ അന്യരിൽ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട നിമിഷമാണ്. അതുപോലെ തന്നെ കേവലം വിവാഹം കഴിക്കാനായി ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുന്നവരും. അതുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതുവരെ ബയ്യത്ത് ചെയ്ത് 1 വർഷം പൂർത്തിയാകുന്നില്ലയോ, ആൺകുട്ടികളുടെ ആത്മാർത്ഥത വ്യക്തമാകുന്നില്ലയോ, നമ്മുടെ പെൺകുട്ടികൾക്ക് പുതുതായി ബയ്യത്ത് ചെയ്യുന്നവരുമായി വിവാഹം കഴിക്കാൻ സാധാരണഗതിയിൽ അനുവാദം നൽകാറില്ല. വിവാഹത്തിന് വേണ്ടിയാണോ ബയ്യത്ത് ചെയ്തത് എന്ന കാര്യം വ്യക്തമാകുന്നതിന് വേണ്ടി ഇപ്പോൾ വെബ്സൈറ്റിലൂടെ ചില ബലഹീന വിശ്വാസക്കാരെയും അറിവ് കുറഞ്ഞവരെയും ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പും वेबसाइट ने बस 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. ചില വെബ്സൈറ്റുകൾ ഏതാനും ചില ആളുകളെ സന്ദേഹത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ആളുകളുടെ ഹൃദയത്തിൽ സന്ദേഹമുണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടാകുന്നു. എന്നാൽ ഈ അമേരിക്കൻ യുവാവ് അദ്ദേഹം എതിരിലുള്ള വെബ്സൈറ്റും കണ്ടു, പിന്നീട് ജമാഅത്തിന്റെ വെബ്സൈറ്റ് കണ്ടു, പിന്നീട് താരതമ്യം ചെയ്തു, പിന്നീട് ദുആ ചെയ്തു. അപ്പോൾ യാഥാർത്ഥ്യം മുന്നിൽ വന്നു. പിന്നീട് അദ്ദേഹം അഹമ്മദിയത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ, കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജിലുള്ളവരെ വഴിപിഴപ്പിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ സുഹൃത്തുക്കൾ എന്ന രൂപേണയും അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഭൗതിക തലത്തിൽ യാതൊരുവിധ കോംപ്ലക്സിനും അടിമപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ അധ്യാപനങ്ങൾ തെളിവുകളാൽ നിറഞ്ഞു കവിഞ്ഞ അധ്യാപനങ്ങളാണ്. കാരണം ഇത് യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം എവിടെയെല്ലാം തന്റെ വാദത്തിന്റെ സത്യസാക്ഷ്യം സ്ഥാപിച്ചിട്ടുണ്ടോ, ഏതു വശത്തിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെളിവോടുകൂടിയാണ് അതെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിലുള്ള കോംപ്ലക്സിന്റെ ചോദ്യം തന്നെ ഉയരുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് നാം ദീനീ വിജ്ഞാനം കരസ്ഥമാക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. അതുപോലെ തന്നെ അൻസാർ ബാസ് ഭട്ടി സാഹിബ് മുബല്ലിഗ് ബെനിൻ എഴുതുന്നു, അലൈദ റീജണിലെ ഗ്രാമം ടോക്കോലിയിൽ നവ അഹമ്മദികളുടെ ജലസ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രസംഗമധ്യേ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. ജലസയുടെ സമാപന പ്രസംഗത്തിന് ശേഷം അവിടെ ഒരു മൗലവി വന്നു. ഈ അനഹമ്മദി മൗലവി വന്ന് ആളുകളെ പിഴപ്പിക്കാനും വഴിതെറ്റിക്കാനും ശ്രമം നടത്തി. ഇവരെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങളെല്ലാവരും നരകത്തിൽ പോകും. അതായത് ഈ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാൻ ശ്രമിച്ചാൽ, അഥവാ വിശ്വസിച്ചാൽ വിശ്വസിച്ചവരും എല്ലാവരും നരകത്തിൽ പോകുന്നതായിരിക്കും. പെട്ടെന്ന് തൗബ ചെയ്ത് പ്രഖ്യാപിക്കുക. അയാൾ പറഞ്ഞു, കാരണം മുഴുവൻ മുസ്ലിങ്ങളും
ഇമാമിങ്ങളും ഇവർ നരകത്തിലാണ് എന്നാണ് പറയുന്നത്. पढ़े लिखे लोग जो हैं മുസ്ലിം പണ്ഡിതന്മാർ, വിദ്യാസമ്പന്നരായ ആളുകൾ, ഇമാമിങ്ങൾ, മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ, वो अहमदियों को जहन्नम അവരെല്ലാവരും ഇവർ നരകത്തിലായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് നരകത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് നരകത്തിലേക്കാണ് വീണിരിക്കുന്നത്? ഇവരുടെ കൂടെ കൂടിയാൽ നിങ്ങൾ എല്ലാവരും നരകത്തിലായിരിക്കും. പിന്നീട് പറഞ്ഞു, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ ഇവരെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ മൗലവി സാഹിബ് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ മൗലവി സാഹിബ് നമ്മുടെ അതിഥിയാണ്. നാം അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഇത് മാത്രം ചോദിക്കുന്നു. ഇദ്ദേഹം പറയുന്ന ഈ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇദ്ദേഹത്തിന് സ്ഥാപിക്കുവാൻ സാധ്യമാണോ? വിശുദ്ധ ഖുർആൻ ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. അഥവാ വിശുദ്ധ ഖുർആൻ ഇദ്ദേഹത്തിന്റെ കൂടെയാണെങ്കിൽ നാം എല്ലാവരും ഇദ്ദേഹം പറയുന്നത് അംഗീകരിക്കും. അഥവാ ഖുർആൻ നമ്മോടൊപ്പമാണെങ്കിൽ പിന്നെ നാം വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുകയില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ മൗലവി സാഹിബ് പെട്ടെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എന്തിനെടുക്കണം? ബെനിലിലെ എല്ലാ ഇമാമിങ്ങളും നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഖുർആനിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തെറ്റാണ്, അത്രമാത്രം. ഒരു തെളിവിന്റെയും ആവശ്യമില്ല. നിങ്ങൾ നരകത്തിന്റെ ആളുകളാണ്. സ്വയം ദൈവമായിക്കൊണ്ട് തീരുമാനമെടുത്തു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നവാഹ്മദികൾ ആവേശഭരിതരായി തീർന്നു. അവിടെ കൂടുതലും നവാഹ്മദികളായിരുന്നു. അഥവാ നിങ്ങൾക്ക് ഖുർആൻ ആവശ്യമില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യവുമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും. അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മൗലവി സാഹിബ് വളരെയധികം പറഞ്ഞ് അവരെ മനസ്സിലാക്കി. ഇദ്ദേഹം നമ്മുടെ അടുത്താണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അല്പം സഹനത്തോടും ക്ഷമയോടും കൂടി പെരുമാറുക, നല്ല സ്വഭാവത്തോടെ പെരുമാറുക. ഈ വിധത്തിൽ പെരുമാറുന്നത് ശരിയല്ല. എന്നാൽ ആളുകളിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇത്രമാത്രം രോഷമുണ്ടായിരുന്നു, അവർ ആ മൗലവിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ മുല്ലാക്കളുടെയും നാമധാരികളായ പണ്ഡിതന്മാരുടെയും രീതിയാണ്. പഴയ സംഭവങ്ങളിലും ഇത്തരം ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. അഹ്മദികൾ വിശുദ്ധ ഖുർആനിലൂടെ ആയത്തിലൂടെ ഏതെങ്കിലും കാര്യം സ്ഥാപിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഇവർ ഹദീസിലേക്കോ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്കോ തെന്നിമാറുകയും പിന്നീട് അത്തരം ഹദീസിന് സ്വയം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശദീകരണം നൽകുകയും അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഒരു പഴയ സഹാബിയുടെ സംഭവം ഏകദേശം ഇതേപോലുള്ളത് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ബയ്യത്ത് ചെയ്തപ്പോൾ ഒരു വലിയ പണ്ഡിതനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അഹ്മദി മൗലവിയെ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈസാ നബിയുടെ മരണം തെളിയിച്ചു കാണിക്കണം എന്ന കാര്യം അംഗീകരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഇവരെ വലിച്ചു ഖുർആന് പുറത്തു കൊണ്ട് വന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. നീ വീണ്ടും ഇവരെ ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഖുർആനിൽ നിന്ന് നിനക്ക് ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇത് ഏതായാലും ഇവരുടെ പഴയ രീതിയാണ്. അൻസാർ ബാസ് സാഹിബ് മുബല്ലിഗ് ബെനിൻ എഴുതുന്നു, അയ്യാജി ജുനൈബയിൽ 2011 ജൂലൈ 11 മഗ്രിബിന് ശേഷം തബ്ലീഗ് പ്രോഗ്രാം തുടങ്ങി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനവും അദ്ദേഹത്തിലൂടെയുള്ള ഇസ്ലാമിന്റെ പുരോഗതിയെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ഞങ്ങളും ഇതിൽ അണിചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ പുരോഗതി എവിടെയാണുള്ളത് അവിടെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരിലൂടെയാണോ ഇസ്ലാമിന്റെ പുരോഗതി ഉണ്ടാകുന്നത്? അങ്ങനെ ആ മജ്ലിസിൽ 178 ആളുകൾക്ക് ബയ്യത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. തിരിച്ചു പോകുന്നതിനു മുമ്പ് നമ്മുടെ മുറബി സാഹിബ് പറഞ്ഞു, ഞങ്ങൾ മറ്റന്നാൾ വരും, കാരണം മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ജുമാ നമസ്കരിക്കാം. ഈ ബയ്യത്ത് ചെയ്ത ആളുകൾ മുസ്ലിങ്ങളായിരുന്നു. അവരുടെ അവസ്ഥ നിങ്ങൾക്ക് ഈ കാര്യം കൊണ്ട് അനുമാനിക്കാൻ സാധിക്കും. ഞങ്ങൾ മറ്റന്നാൾ വരും, എന്നിട്ട് ജുമാ നമസ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രാമക്കാർ വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ജുമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ഒരിക്കലും ജുമാ കണ്ടിട്ടില്ല, നമസ്കരിച്ചിട്ടുമില്ല. 15 വർഷമായി ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇന്നുവരെ ഒരു മൗലവിയോ ഏതെങ്കിലും വലിയ ലീഡറോ ജുമാ എന്നൊന്നുണ്ട് എന്നിതുവരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ജുമാ ദിവസം അവിടെ പോയി ജുമാ നമസ്കരിപ്പിച്ചു. പിന്നീട് ഇവരുടെ റിഫ്രഷർ കോഴ്സ് നടത്തി.
യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം എന്താണെന്നും ജുമാ എന്താണെന്നും നമസ്കാരം എന്താണെന്നും ഈദുകൾ എന്താണെന്നും മറ്റ് ഇബാദത്തുകൾ എന്താണെന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ എന്താണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. എഴുതുന്നു, ഇതിനടുത്ത ഗ്രാമത്തിലും ആളുകൾ അഹമ്മദികളായി മാറിയിരുന്നു. അവരോടും പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ജുമാ നമസ്കരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഗ്രാമക്കാരുമായി വർഷങ്ങളായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് 178 ആളുകൾ ബയ്യത്ത് ചെയ്ത ഗ്രാമക്കാരുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ അവിടെ പോകാറില്ല. അതുപോലെ തന്നെ അവർ ഇവിടെ വരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുമില്ല. 2 ഗ്രാമങ്ങൾ തമ്മിൽ വളരെ പഴയ കലഹമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2 ഗ്രാമക്കാരെയും വേറെ വേറെ മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ അഹമ്മദികളായിരിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒന്നായിരിക്കുന്നു. നമ്മൾ ഒന്നാകേണ്ടവരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം നാം മുസ്ലിങ്ങൾ ഒന്നായി ഇസ്ലാമിന്റെ പുരോഗതിക്കായി മുന്നേറാൻ വേണ്ടി. അതുകൊണ്ട് എന്തായിരുന്നാലും നാം ഒരുമിക്കുകയും ഒരുമിച്ച് ജുമാ നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇരു കൂട്ടരിലും ഇത് ഫലം ചെയ്തു. വർഷങ്ങളായി വേർപിരിഞ്ഞവർ, പരസ്പരം കലഹമുണ്ടാക്കിയിരുന്നവർ, ഒരുപക്ഷെ ഗോത്ര കലഹമായിരിക്കും, ജുമായിലൂടെ വീണ്ടും ഒന്നായിത്തീരുന്നു. അങ്ങനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലൂടെ യൗമുൽ ജുമാ എന്ന വിഷയം തെളിഞ്ഞു വരികയും ഒരു പുതിയ രീതിയിൽ പൂർത്തിയാവുകയും ചെയ്തു. 15 വർഷത്തിനു ശേഷം ഇവർ ജുമാ നമസ്കരിച്ചു. ജുമായുടെ അനുഗ്രഹം കൊണ്ട് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള കലഹവും ഇല്ലാതായി തീർന്നു. ഈ കാര്യങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ കലഹങ്ങൾ അവസാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് റൂഹമാഹു ബൈനഹും എന്ന വിഷയം ആരംഭിക്കാൻ തുടങ്ങുന്നു. പരസ്പരം കരുണയുടെയും ത്യാഗത്തിന്റെയും മനോഭാവം ഉയർന്നു വരാൻ തുടങ്ങുന്നു. ഇത് തന്നെയാണ് ഒരു മോമിന്റെ മഹത്വം. ഈ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുക്കാനാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായത്. അമീർ സാഹിബ് ജമാഅത്ത് അഹമ്മദിയ ഡൽഹി എഴുതുന്നു, മുഹമ്മദ് മുർസലീൻ സാഹിബ് 2008 ബയ്യത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം വിവരിക്കുന്നു, ബയ്യത്ത് ചെയ്തതിന് 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, അദ്ദേഹം ഏതോ ഒരു പ്രോഗ്രാമിൽ പോയിരിക്കുകയാണ്. അവിടെ ഒരു പഴയ കെട്ടിടത്തിന്റെ മുറിയിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. അവിടെ വേറെയും 2 പേരുണ്ടായിരുന്നു. ഇരുട്ട് കാരണം അവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് അമീർ സാഹിബ് എഴുതുന്നു, മുർസലീം സാഹിബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ മറ്റു ചിലരെയും കാണുന്നു. അതിലൊന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം പോവുകയും അദ്ദേഹത്തെ തൊട്ടു നോക്കുകയും ചെയ്യുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഷഹാദത്തിന്റെ വിരൽ മേൽക്കൂരയിലേക്ക് ഉയർത്തിയപ്പോൾ മുഴുവൻ ആകാശവും പിളർന്നു പോകുന്നത് പോലെ തോന്നി. എഴുതുന്നു, എനിക്ക് വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അതിൽ പൂന്തോട്ടവും മറ്റും കാണാൻ സാധിച്ചു. റസൂൽ തിരുമേനി വീണ്ടും വിരൽ കറക്കി. അപ്പോൾ ഈ ദൃശ്യം ഇല്ലാതായി. അദ്ദേഹം പറയുന്നു, ഞാൻ റസൂൽ തിരുമേനിയോട് പറഞ്ഞു, ഞാൻ മുംബൈയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പഞ്ചാബിൽ എന്തുകൊണ്ട് പോകുന്നില്ല? പറഞ്ഞു, ഇതിനുശേഷം എന്റെ കണ്ണ് തുറന്നു. പറയുന്നു, ഞാൻ ഈ സംഭവം എന്നെ കുറിച്ച് അറിയുന്ന കായിദ് സാഹിബ് മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയക്ക് കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, അതുകൊണ്ട് നമുക്ക് കാദിയാനിൽ പോകാം. അങ്ങനെ കായിദ് സാഹിബിനോടൊപ്പം അദ്ദേഹം ആദ്യമായി കാദിയാനിൽ പോയി. അവിടെ ദാറുൽ മസീഹ് സന്ദർശിച്ചു. എഴുതുന്നു, അങ്ങനെ ഞാൻ ബൈത്തുൽ റിയാസത്തിൽ എത്തിയപ്പോൾ ആ മുറി ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മുറിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് മുഖേന എന്റെ ഈമാനിൽ കൂടുതൽ ദൃഢത കൈവന്നു. ഹൃദയത്തിന് ഒരുപാട് സമാധാനം ലഭിച്ചു. ബയ്യത്തിലും പ്രവേശിച്ചു. ഈമാനിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുതുതായി പ്രവേശിക്കുന്നവരുടെ ഈമാനിൽ പുരോഗതി ഉണ്ടാകുന്നതിനായി അള്ളാഹു അവർക്ക് ദുആ സ്വീകാര്യതയുടെ അടയാളവും കാണിച്ചു കൊടുക്കുന്നു. അത്തരം ഏതാനും സംഭവങ്ങൾ കേൾപ്പിക്കാം. വിദൂര ദേശങ്ങളിൽ താമസിക്കുന്ന അഹമ്മദികളുടെ ഈമാനിക വർധനവിന് കാരണമായ ഇവ തീർച്ചയായും നമ്മുടെ ഈമാനിക വർധനവിനും കാരണമായിരിക്കും. ബുർക്കിനോ ഫാസോയിലെ അമീർ സാഹിബ് വിവരിക്കുന്നു, സിന്തേഗയിൽ താമസിക്കുന്ന ഡോരി റീജനിലെ റീജണൽ സെയിം അൻസാറുള്ള അൽഹാജ് ബുൻതി
2 മാസം മുമ്പ് വളരെയധികം രോഗിയായി. शदीद बीमार हो गए। അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പ്രാദേശിക ഡോക്ടർ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രോഗിയെ ചികിത്സിക്കുന്നത് വെറുതെയാണ്, ഇദ്ദേഹം ഏതാനും നിമിഷത്തെ അതിഥിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയാലും. അങ്ങനെ അവർ അദ്ദേഹത്തെ അവിടുത്തെ തലസ്ഥാന നഗരമായ വാഗാഡുബുവിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെയും ഡോക്ടർ ചികിത്സ നിഷേധിച്ചു. പറഞ്ഞു, ഈ രോഗി ഏതാനും മണിക്കൂറുകളുടെ അതിഥിയാണ്, അതുമൂലം വീട്ടുകാരെല്ലാം നിരാശരായി. ഇത് കേട്ടപ്പോൾ അമീർ സാഹിബ് പറഞ്ഞു, ഇത് അസാധ്യമായ കാര്യമാണ്, ഡോക്ടർ കേവലം പുറമേയുള്ള കാര്യം മാത്രമേ അറിയുന്നുള്ളൂ, ജീവിതം അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. താങ്കളും കാലത്തിന്റെ ഖലീഫക്ക് കത്തെഴുതിയാലും ആ ദിവസം അദ്ദേഹം ഇവിടെ എനിക്ക് കത്തെഴുതി അയച്ചു. പറയുന്നു, ഈ കത്ത് എഴുതിയതിനു ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരും ദുആയിൽ മുഴുകി. കത്തെഴുതിയതിനു ശേഷം ദുആയിൽ മുഴുകിയതിനു ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായി, ആരോഗ്യം തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ നോക്കിയിരിക്കെ അൽഹാജ് ബുൻതി സാഹിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആരോഗ്യവാനായി. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ ജോലിയും ചെയ്യുന്നു, എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും അൻസാറുള്ളാഹിയുടെ എല്ലാ ജോലിയും വളരെ ശുഷ്കാന്തിയോടുകൂടി ചെയ്യുകയും ചെയ്യുന്നു. ഇതിനു വിപരീതമായി മറ്റൊരു ഗ്രാമമായ ചെല്ലയിലെ ഒരു താമസക്കാരന്റെ പേരും അൽഹാജ് ബുൻതി എന്നായിരുന്നു. അയാൾ ജമാഅത്തിന്റെ കഠിന വിരോധിയായിരുന്നു. എല്ലായ്പ്പോഴും ജമാഅത്തിനെതിരെ ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നല്ല ആരോഗ്യവാനായിരുന്നു, ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഗ്രാമത്തിലെ ആളുകൾ അഹമ്മദിയ റേഡിയോയിൽ നടക്കുന്ന തബ്ലീഗ് കേൾക്കുകയായിരുന്നു. ഈ സാഹിബ് അതിലൂടെ കടന്നുപോയപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ജമാഅത്തിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഇവർ കാഫിറുകളാണ്, ഇവരുടെ തബ്ലീഗ് കേൾക്കരുത്. ആളുകൾ പറഞ്ഞു, താങ്കൾ ഇവരിൽ തൃപ്തനല്ല എങ്കിൽ ശരി, എന്നാലും ചീത്ത വിളിക്കരുത്, ഇവരെ അപമാനിക്കരുത്, ഇവരെ അപമാനിക്കുന്നത് ഉപേക്ഷിച്ചാലും. എന്നാൽ അയാൾ പറഞ്ഞു, അയാൾ അങ്ങനെ തന്നെ ചെയ്യും, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതേ രാത്രി പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അയാൾ ഉറങ്ങി. എന്നാൽ അടുത്ത ദിവസം രാത്രി തന്റെ കിടക്കയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. രാത്രിയിൽ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു രോഗം അയാളെ ആക്രമിക്കുകയും അള്ളാഹു അയാളെ മരിപ്പിക്കുകയും ചെയ്തു. പോർത്തിനോ റീജൻ ബെനിലെ മുഅല്ലിം റഅസീം സക്കരിയ സാഹിബ് പറയുന്നു, ഹഫീസോ സാഹിബ് എന്നു പേരുള്ള അഹമ്മദിയുടെ കുട്ടിയെ കാണാതെ പോയി. ഈ ബുദ്ധിമുട്ടിൽ അദ്ദേഹം മുഴുവൻ പ്രദേശവും അരിച്ചുപൊറുക്കി. റേഡിയോയിൽ പല പ്രാവശ്യം അറിയിപ്പ് നൽകി, എന്നാൽ കുട്ടിയെ തിരിച്ചു കിട്ടിയില്ല. ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഫോൺ വന്നു. കുട്ടിയെ തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. മൗലവി സക്കരിയ സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിരാശ പാപമാണ്, നാം ദ്വാ സ്വീകരിക്കപ്പെടും എന്ന് വാദിക്കുന്ന ഒരു ഇമാമിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ഒറ്റമൂല്യം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, അള്ളാഹു അനുഗ്രഹിക്കും. നിങ്ങൾ ദുആ ചെയ്താലും ഞാനും ദുആ ചെയ്യാം, എല്ലാവർക്കും കൂടി ദുആ ചെയ്യാം. അങ്ങനെ കുട്ടിയുടെ പിതാവ് ഹഫീസോ സാഹിബ് പറയുന്നു, ഞാൻ സുജൂദിൽ വീണു. മുഅല്ലിം സാഹിബിന്റെ ഈ വാക്കുകൾ കേട്ടതിനു ശേഷം അള്ളാഹുവിനോട് കാരണം പറയാൻ തുടങ്ങി. അള്ളാഹുവെ, ഈ പ്രദേശത്ത് മറ്റാരും തന്നെ നിന്റെ ഇമാമിനെ സ്വീകരിച്ചിട്ടില്ല, കേവലം ഞാൻ ഒറ്റക്കാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. നിന്റെ ഇമാം തീർച്ചയായും സത്യവാനാണ്. ഞാൻ നിന്നോട് അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യം മുൻനിർത്തി ചോദിക്കുന്നു, എനിക്ക് എന്റെ കുട്ടിയെ തിരിച്ചു തന്നാലും. പറയുന്നു, ഞാൻ ഒരുപാട് നേരം ദുആയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. തന്റെ നാഥനോട് കുട്ടിയെ തിരിച്ചു കിട്ടാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ദുആ അവസാനിപ്പിച്ച് ഞാൻ കുട്ടി കാണാതെ പോയ വഴിയിലൂടെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഞാൻ വഴിയിൽ തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി വനത്തിൽ എനിക്ക് എന്റെ കുട്ടിയെ കാണാൻ സാധിച്ചു. പറയുന്നു, ഇത് എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനായി അള്ളാഹു കാണിച്ചു തന്ന ജീവനുള്ള മോചിതത്തായിരുന്നു. അമീർ സാഹിബ് നൈജർ എഴുതുന്നു, ഇവിടെ ഒരു സഹോദരൻ മുഹമ്മദ് സാലിഹ് സാഹിബ് ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. അഹമ്മദിയ മസ്ജിദിൽ നമസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു. മുസ്ലിമായിരുന്നു. ബയ്യത്ത് ഇതുവരെ ചെയ്തിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ബയ്യത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ ബാങ്കിലെ ഓഫീസർമാരും കൂടെ ഉള്ളവരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ജമാഅത്ത് അദ്ദേഹത്തിന് പണം നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അഹമ്മദിയായത്. അദ്ദേഹം പറയുന്നു, ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ഈ ആളുകൾ എന്നിൽ കുറ്റമാരോപിക്കുന്നു, അതായത് ഞാൻ പണം വാങ്ങിയാണ് അഹമ്മദിയായത്. ആ രാത്രിയിൽ ജമാഅത്തിന്റെ സത്യസാക്ഷ്യവുമായി
ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ, നീ സ്വയം എനിക്ക് മാർഗദർശനം നൽകിയാലും പ്രകടമായ നിലയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക സേവനത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. എന്നാൽ അകത്തുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നാലും, കാരണം ഞാൻ പുറമെയുള്ള കാര്യം കണ്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒരു വലിയ ഇജ്തിമ നടക്കുകയാണ്. കണ്ണെത്തുന്നിടത്തോളം ജനങ്ങൾ മാത്രമാണുള്ളത്. എല്ലാവരും വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അമീർ സാഹിബ് എഴുതുന്നു, സ്റ്റേജിൽ അദ്ദേഹം എന്നെ കണ്ടു. ഖലീഫത്തുൽ മസീഹ് ഖാമിസിനെ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നു. പറയുന്നു, താങ്കളും വെളുത്ത വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്. താങ്കൾ ഉയർന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും താങ്കളോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു അസാധാരണ സന്തോഷം പോൽ അനുഭവമായിരുന്നു. മുഹമ്മദ് സാലിഹ് സാഹിബ് പറയുന്നു, ഈ അവസ്ഥയിൽ എന്റെ കണ്ണ് തുറന്നു. അപ്പോൾ എന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ കാര്യം ആണിയെപ്പോലെ താഴ്ന്നിറങ്ങി. ഈ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു അഹമ്മദിയ ജമാഅത്തിനാണ് നൽകിയിരിക്കുന്നത്. ഈ സ്വപ്നത്തിലൂടെ അല്ലാഹു എന്റെ ജമാഅത്തിൽ ചേരാനുള്ള തീരുമാനം ശരിയായിരുന്നു എന്ന് സമാധാനിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനി എനിക്ക് ആരും തന്നെ ഒരു വിഷയവുമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഈമാനിൽ കൂടുതൽ ദൃഢചിത്തനായി തീർന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഇതാണ് ഞാൻ വിവരിച്ച ഏതാനും സംഭവങ്ങൾ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എങ്ങനെയാണ് ആളുകൾ ഈമാനിൽ ദൃഢത കൈവരിക്കുന്നത്. അള്ളാഹും അവർക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതുമൂലം അവരുടെ ഈമാനിൽ കൂടുതൽ ദൃഢതയും അവർക്ക് ലഭിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ചിന്തിച്ചു നോക്കൂ, 1300 വർഷത്തിൽ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഇതുപോലുള്ള കാലഘട്ടം മറ്റാർക്കാണ് ലഭിച്ചത്? അവർ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ നിന്നും നവനവങ്ങളായ സഹായങ്ങളിൽ നിന്നും പ്രകാശവും ദൃഢവിശ്വാസവും സ്വായത്തമാക്കുന്നു. സഹാബാക്കൾ സ്വായത്തമാക്കിയതുപോലെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളുടെ പരിഹാസവും ചിരിയും ശാപവാക്കുകളും ശകാരവും മറ്റു പല വിധത്തിലുള്ള ഹൃദയത്തെ ദുഃഖിക്കുന്ന കാര്യങ്ങളും ചീത്തവിളികളും ബന്ധം വിച്ഛേദിക്കൽ മുതലായ വിവിധങ്ങളായ ദുഃഖങ്ങൾ സഹിക്കുന്നു. സഹാബാക്കൾ സഹിച്ചതുപോലെ അവർ അള്ളാഹുവിന്റെ വ്യക്തമായ അടയാളങ്ങളിൽ നിന്നും ആകാശീയ സഹായത്തിൽ നിന്നും യുക്തിഭദ്രമായ അധ്യാപനങ്ങളിൽ നിന്നും പരിശുദ്ധമായ ജീവിതം സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിൽ ലഭിക്കുകയും സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ണീര് കൊണ്ട് കുതിർക്കുന്നു. ഇവരിൽ ഒരുപാട് ആളുകൾക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഇൽഹാം ഉണ്ടാകുന്നു. ഇവർ മരണത്തെ ഓർക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. അവർ സത്യഹൃദയരും ആർദ്രഹൃദയരും യഥാർത്ഥ തഖ്വയിൽ ചരിക്കുന്നവരുമാണ്. ഇവർ അള്ളാഹുവിന്റെ സംഘമാണ്. ആരെയാണോ അള്ളാഹു സ്വയം സംരക്ഷിക്കുന്നത്, ഈ ഓരോ ദിവസവും അവരുടെ ഹൃദയത്തെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ ഈമാനികമായ യുക്തിജ്ഞാനം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. ആകാശീയ അടയാളങ്ങൾ കൊണ്ട് അവരെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു, സഹാബാക്കളെ വലിച്ചടിപ്പിച്ചതുപോലെ. ചുരുക്കത്തിൽ ഈ ജമാഅത്തിൽ വാഖരീന മിൻഹുമിൽ പറയപ്പെട്ട എല്ലാ അടയാളങ്ങളും പൂർത്തിയാകുന്നു. അള്ളാഹുവിനാൽ പറയപ്പെട്ട ഈ കാര്യങ്ങൾ ഒരു ദിവസം പൂർത്തിയാകേണ്ടതും അനിവാര്യമായിരുന്നു. അള്ളാഹു ഓരോ അഹ്മദിക്കും ഈമാനിലും ദൃഢവിശ്വാസത്തിലും പുരോഗതിയും ദൃഢതയും നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്വാർത്ഥമായ ബന്ധം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഈമാനിൽ ഒരിക്കലും തന്നെ വ്യതിചലനം സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് ജുമാക്ക് ശേഷം ഞാൻ ഒരു ജനാസ ഹാസിർ നമസ്കരിക്കുന്നതായിരിക്കും. അത് ഇന്ന് തന്നെ കബറടക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ നമസ്കരിക്കേണ്ടത് നിർബന്ധമാണ്. ഇത് അബ്ദുൽ മന്നാൻ സാഹിബ് മർഹൂമിന്റെ ഭാര്യ ഖുർഷിദ് ബേഗം സാഹിബായുടേതാണ്. ഇത് മുമ്പും അറിയിച്ചിട്ടുണ്ട്. അവര് ആഗസ്റ്റ് 27 വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേത ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ബാബു കാസിമുദ്ദീൻ സാഹിബിന്റെ മരുമകളും ബാബു അസീസുദ്ദീൻ സാഹിബിന്റെ മരുമകളുമായിരുന്നു. അള്ളാഹു ഇവരോട് മഗ്ഫിറത്തോടുകൂടി പെരുമാറട്ടെ. ഇവരുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. സന്തപ്ത കുടുംബങ്ങൾക്ക് സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജുമാക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഇവരുടെ ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. जुमे के बाद इनका जनाजा होगा इंशाल्लाह. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.